മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ്. പാണാവള്ളി സ്വദേശിയിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത മാരാർകുളം സ്വദേശിനി പിടിയിലായി. മാരാർകുളം എസ്.എൻ. പുരം പൂവക്കാട്ട് ചിറ വീട്ടിൽ ദിവ്യ ചന്ദ്രനെയാണ് പൂച്ചാക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു. പൂച്ചാക്കൽ സ്വദേശിയായ റിട്ടയർഡ് ആരോഗ്യവകുപ്പ് ജീവനക്കാരനിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. റിട്ടയർഡ് ജീവനക്കാരൻ്റെ മകന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കാത്ത് ലാബ് ടെക്നീഷ്യനായി ജോലി നൽകാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. പകർച്ചവ്യാധി ദുരന്ത നിവാരണ ഫണ്ടുകളിലേക്ക് ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നുണ്ടെന്നും നല്ല പലിശ കിട്ടുമെന്നും ദിവ്യചന്ദ്രൻ പരാതിക്കാരനെ വിശ്വസിപ്പിച്ചിരുന്നു. ദിവ്യ ആരോഗ്യമന്ത്രിയെയും കോട്ടയം മെഡിക്കൽ കോളേജ് മേധാവിയെയും ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതായി അഭിനയിച്ചു. ഇതാണ് പ്രതിയെ വിശ്വസിക്കാൻ കാരണമെന്ന് പരാതിക്കാരൻ പോലീസിന് മൊഴി നൽകി. വാങ്ങിയ തുകയുടെ ചെറിയ ഭാഗം മാത്രം മടക്കി നൽകിയ ദിവ്യ പിന്നീട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഫോൺ എടുക്കാതായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. പലതവണയായി പരാതിക്കാരനിൽ നിന്നും പണം തട്ടിയെടുത്തു. പൂച്ചാക്കൽ ഇൻസ്പെക്ടർ PS സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ SI-മാരായ GS ദീപു, S വീനസ്, ASI ലിജിമോൾ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TS ബിജോയ് എന്നിവർ ചോറ്റാനിക്കര ഭാഗത്തു നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇവർ മറ്റ് സ്റ്റേഷനുകളുടെ പരിധിയിലും സമാന രീതിയിലുള്ള കുറ്റകൃത്യം നടത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു.